സഖാക്കളെ, കണ്ണൂരിലെ CPM വീണ്ടും കുലുങ്ങുകയാണ്. ഏകദേശം രണ്ടാഴ്ച മുമ്പാണ് CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഭാരവാഹിയായിരുന്ന മനു തോമസ് പാർട്ടിക്കെതിരെ വെടിപൊട്ടിച്ചത്. പാർട്ടി നടക്കുന്ന വൃത്തികേടുകൾ, ഈ കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, കുഴൽപ്പണ സംഘങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, സ്വർണം പൊട്ടിക്കൽ ടീമുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ ഇത്തരം ക്രിമിനലുകളുമായിട്ടുള്ള അവിശുദ്ധ ബന്ധവും അവരുടെ രക്ഷാകർത്താവായിട്ട് നിൽക്കുന്ന CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെക്കുറിച്ചുമൊക്കെയുള്ള വളരെ പച്ചയായിട്ടുള്ള പരാമർശങ്ങളെന്ന് മനു തോമസ് നടത്തി. മനു തോമസ് നടത്തിയതിന് ശേഷം അതിനും ഏകദേശം ഒരു വർഷം മുമ്പ് മുൻ MLA ആയിട്ടുള്ള SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ഇരുന്ന പാർട്ടിയുടെ അവിടുത്തെ മുതിർന്ന നേതാവായിട്ടുള്ള ജെയിംസ് മാത്യു, അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. പണ്ടൊക്കെ ഇവരെ പേടിച്ചു നിൽക്കിയിരുന്നു. കാരണം ഇവര് പൊട്ടേഷൻ കൊടുക്കും, കൊല്ലും, തല്ലുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല എന്നുള്ള അവസ്ഥയിലെത്തുമ്പോൾ മനുഷ്യരൊക്കെ വിളിച്ചു പറയും. CKP പത്മനാഭൻ, കർഷക സംഘത്തിന്റെ പഴയ സംസ്ഥാന സെക്രട്ടറി, CPMന്റെ പഴയ സംസ്ഥാന കമ്മിറ്റി അംഗം, 2006 തൊട്ട് 2011 വരെ തളിപ്പറമ്പിൽ നിന്ന് MLA ആയിരുന്ന CKP പത്മനാഭൻ. ആ CKP പത്മനാഭന്റെ മകളോട് ഇപ്പോഴത്തെ പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള CPMന്റെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള P ശശി അപമര്യാദയായി പെരുമാറി. അതേപോലെ തന്നെ DYFയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയോട് വളരെ മോശമായിട്ട് പെരുമാറി. അപ്പം വെറും കോഴിയാണ് ഇങ്ങനെ പെരുമാറി എന്ന് ഇതിന്റെ ഭാഗമായിട്ട് CKP പത്മനാഭൻ പാർട്ടിക്കകത്ത് P ശശിക്കെതിരെ പരാതി കൊടുത്തു. P ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ എല്ലാ കൂട്ടിക്കൊടുപ്പും നടത്തുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ പിണറായിക്ക് ശശിയെ വിടാതിരിക്കാൻ പറ്റാത്തത്. അങ്ങനെ ഈ പരാതി കൊടുത്തതിന്റെ ഭാഗമായി ശശി സഖാക്കളെ സൽക്കാരം സമാധാനിപ്പിക്കാൻ വേണ്ടി ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശശിയെ എന്ത് ചെയ്തു? പിണറായി പിൻവാതിലിലൂടെ സംസ്ഥാന സമ്മേളന പ്രതിനിധി അല്ലാതിരുന്നിട്ടും സംസ്ഥാന കമ്മിറ്റിയുടെ പാനലിൽ ഉൾപ്പെടുത്തി സംസ്ഥാന കമ്മിറ്റിക്കകത്ത് കൊണ്ടുവന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിട്ട് കൊണ്ടുവന്നു. പണ്ട് നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസ് ഉൾപ്പെടെയുള്ളത് ഒതുക്കിയത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത്, ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ റോളിൽ നിൽക്കുന്നത് ശശിയായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ശശി അറിയാതെ കേരള പോലീസിനകത്ത് ഈച്ച പോലും അനങ്ങില്ല. അങ്ങനെയാണ്, ഒരില അനങ്ങില്ല. ആ അവസ്ഥയിലാണ് പോകുന്നത് P ശശി പാർട്ടിയെ കൊണ്ടുനടക്കുന്നത്. ശശിക്കെതിരെ ശശി വേണ്ടാത്ത കാണിച്ചതിന് സ്വന്തം മകൾക്കൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ പരാതി കൊടുത്തു CKP പത്മനാഭൻ. പരാതി കൊടുത്ത CKP പത്മനാഭനെതിരെ നടപടി. പണ്ട് പാലക്കാട് ഉണ്ടായതാ. സംസ്ഥാന സമ്മേളനത്തിന്റെ സമയത്ത് 2005 സംസ്ഥാന സമ്മേളനത്തിന്റെ സമയത്ത് AK ബാലൻ ഫോണിൽ വിളിച്ച് NN കൃഷ്ണദാസിനോട്, അന്ന് പാലക്കാട് MP ആയിരുന്ന CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന DYFയുടെ മുൻ ദേശീയ പ്രസിഡന്റ് ആയിരുന്ന NN കൃഷ്ണദാസിനെ വിളിച്ചിട്ട് പാർട്ടിയിൽ എങ്ങനെ ഗ്രൂപ്പിസം കളിക്കാന്നുള്ളതിനെ കുറിച്ചുള്ള ചില ചർച്ചകൾ നടത്തി. NN കൃഷ്ണദാസ് ഇത് റെക്കോർഡ് ചെയ്ത് ഫോൺ, എന്നിട്ട് പാർട്ടിക്ക് പരാതിയായിട്ട് കൊടുത്തു. NN കൃഷ്ണദാസിനെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി പുറത്താക്കി. കാരണം ഇത് റെക്കോർഡ് ചെയ്തെന്നുണ്ട്. പരാതിക്കാരനെതിരെ നടപടി, ഇരയ്ക്കെതിരെയാണ് നടപടി. വേട്ടക്കാരനൊക്കെ AK ബാലൻ ഗ്രൂപ്പ് വിഭാഗീയമായ വർത്താനം പറഞ്ഞതാണല്ലോ റെക്കോർഡ് ചെയ്തത്. അപ്പൊ വിഭാഗീയത കളിച്ചാക്കെതിരെ നടപടിയില്ല. CKP പത്മനാഭനെതിരെ നടപടിയെടുത്തു. CKP പത്മനാഭനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി, കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. എന്നിട്ട് മാടായി ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുക. അദ്ദേഹം പറഞ്ഞു, ഇക്കാലം വരെ എനിക്ക് പാർട്ടിയിൽ നിന്ന് പോകാനുള്ള ഒരു പ്രയാസം കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് പരസ്യമായി. പക്ഷെ ഇനി എന്തു സംഭവിച്ചാലും നടപടി എടുത്താലും വേണ്ടില്ല. അദ്ദേഹം കിഡ്നി പേഷ്യന്റാണ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. പാർട്ടി എന്നെ രോഗിയാക്കി എന്ന് പറഞ്ഞു. ഒരു ജീവിതകാലം മുഴുവൻ, ആയുഷ്കാലം മുഴുവൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് അവസാനം തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ തരം താഴ്ത്തുകയും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അന്ന് ഈ കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെയും സംസ്ഥാന പ്രസിഡന്റിന്റെയും കൂടി പേരിൽ NGO യൂണിയൻ ബാങ്കിൽ തിരുവനന്തപുരത്ത് ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ട് സംസ്ഥാന സെക്രട്ടറിയുടെയും സംസ്ഥാന പ്രസിഡന്റിന്റെയും പേരില്ല, അല്ലാതെ CKP പത്മനാഭന്റെ പേരിലല്ല. മനസ്സിലായില്ലേ? എന്നിട്ട് 25 ലക്ഷം രൂപ അവിടെ ഉണ്ടായിരുന്നു. അതിൽ 4 ലക്ഷം രൂപ അവിടുത്തെ ഓഫീസ് സെക്രട്ടറി, ഇത് 25 ലക്ഷം രൂപ ഉണ്ട്. അല്ലാതെ കർഷക സംഘത്തിന്റെ ഫണ്ടിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപ അവിടുത്തെ ഓഫീസ് സെക്രട്ടറി തിരിമറി നടത്തി, ക്രമക്കേട് കാണിച്ചു. ഈ ക്രമക്കേട് കാണിച്ചതിൽ ഇദ്ദേഹത്തിന് ശ്രദ്ധക്കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടി നടപടിയെടുക്കുന്നത്. പക്ഷെ പിന്നീട് പാർട്ടിക്കകത്ത് പറഞ്ഞു പ്രചരിപ്പിച്ചത് ഇദ്ദേഹം സാമ്പത്തിക തിരിമറി നടത്തിയെന്നുകൊണ്ടാണ്. അദ്ദേഹം ചോദിക്കുന്നു, സാമ്പത്തിക തിരിമറി നടത്തിയെങ്കിൽ എന്റെ പേരിലുള്ള അക്കൗണ്ട് ആണെങ്കിൽ ആ 25 ലക്ഷം രൂപ പിൻവലിക്കുന്നത് EP ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും KV രാമകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ അവർ രണ്ടുപേരും കൂടിയാണ് പിൻവലിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നു. എന്റെ പേരിലുള്ളതാണെങ്കിൽ എങ്ങനെ അവർക്ക് പിൻവലിക്കാൻ പറ്റും? അതായത് ഒരു ഒഫീഷ്യൽ അക്കൗണ്ടാണ്, ആ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസിഡന്റ്, അത് ആരാണോ വരുന്നത് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, വ്യക്തി എന്ന രീതിയിലല്ല. ആ രീതിയിലാണ് അക്കൗണ്ട് എടുത്തിരുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചു. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ പോയിട്ട് പ്രകാശ് കാരാട്ടിനോട് ഞാൻ നേരിട്ട് ചോദിച്ചു, ശ്രദ്ധക്കുറവിന്റെ പേരിൽ ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും പാർട്ടി നടപടി എടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ശ്രദ്ധക്കുറവിന്റെ പേര്. അപ്പോൾ പ്രകാശ് കാരാട്ട് ക്ഷമിക്കുന്നു പറഞ്ഞിട്ട് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഇദ്ദേഹം അപ്പീൽ കൊടുത്ത്, കൺട്രോൾ കമ്മീഷൻ എന്ന് പറഞ്ഞ കോപ്പിലെ സാധനമുണ്ട് CPMനകത്ത്. ഈ കൺട്രോൾ കമ്മീഷനകത്ത് ഇദ്ദേഹം അപ്പീൽ കൊടുത്തിട്ട് അപ്പീൽ ഇതുവരെ പരിശോധിച്ചിട്ടില്ല. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഘടകമായിട്ടുള്ള പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് നിരന്തരമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഉന്നയിച്ചിട്ടുണ്ട്.
കൃത്യമായിട്ട് മറുപടി കിട്ടിയിട്ടില്ല. ഒരു ഡിസ്റ്റർബൻസ് വന്നൊരു ഫോൺ വന്നതാ, മറുപടി കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാ ഇരിക്കണേ? അതേസമയം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നമ്മൾ കണ്ടു, ഒരു വീട്ടമ്മയുടെ നഗ്നചിത്രം പിന്നെ പകർത്തി അവരെ നിരന്തരമായി ബ്ലാക്ക്മെയിൽ ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ച പിന്നെ എന്തൊരു കഷ്ടം. അതേപോലെ തന്നെ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് പോക്സോ കേസിൽ പ്രതിയായ, അതിന്റെ പേരിൽ കുറച്ചു കാലം റിമാൻഡിൽ കഴിഞ്ഞ ഒരു സജി എന്ന് പറയുന്ന ഒരുത്തനെ വീണ്ടും ലോക്കൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നു നടപടി എടുത്തിട്ട്. പെട്ടെന്ന് അവൻ കൺട്രോൾ കമ്മീഷന് പരാതി കൊടുത്ത് കൺട്രോൾ കമ്മീഷൻ നോക്കിയപ്പോൾ കൺട്രോൾ കമ്മീഷൻ ഇതൊന്നും കുറ്റല്ല. ഏത് അതെന്തപ്പോ പോക്സോ കേസല്ലേ, കുട്ടികളെ പീഡിപ്പിച്ചതല്ലേ, അതിപ്പോ നമ്മളെ പാർട്ടിയിൽ എല്ലാവരും ചെയ്യണമല്ലേ. ഇതാണ് കൺട്രോൾ കമ്മീഷൻ നിലപാട്. പിന്നെ വീട്ടമ്മയുടെ നഗ്നചിത്രം അവർ നോക്കുകയാണ്, വീട്ടമ്മയുടെ നഗ്നചിത്രം പിന്നെ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് വിട്ടു. അതിപ്പോ നമ്മളെ സംസ്ഥാന നേതാക്കന്മാർ എത്ര പേര് ചെയ്യുന്നുണ്ട്. ഇതാണ് എല്ലാവരും ചെയ്യേണ്ട കാര്യമല്ലേ. സഖാവായ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ആകുമ്പോൾ മിനിമം എത്രയെങ്കിലും ചെയ്യണം. അപ്പൊ അദ്ദേഹം ലോക്കൽ കമ്മിറ്റിയുടെ ഏരിയ കമ്മിറ്റിയിലേക്ക് യോഗ്യനാണെന്നുള്ളതാ അവർ നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഈ പിന്നെ മേഖലയിലുള്ള പിന്നെ സിദ്ധി പിന്നെ വൈദഗ്ധ്യമൊക്കെ കണക്കിലെടുത്തിട്ട്. ഇതാണ് കൺട്രോൾ കമ്മീഷൻ. പക്ഷേ അതിനൊക്കെ പെട്ടെന്ന് ഉടനെ കൺട്രോൾ കമ്മീഷൻ പെട്ടെന്ന് സിറ്റിംഗ് നടത്തിയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റി. അതേസമയം CKP പത്മനാഭന്റെ അപ്പീൽ ഇതുവരെ കൺട്രോൾ കമ്മീഷൻ പിന്നെ പരിശോധിച്ചിട്ടില്ല. എന്തിനാണോ ഈ സാധനം പിരിച്ചുവിട്ടൂടെ നിനക്കൊക്കെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. പിന്നെ ശരിയുടെ പക്ഷത്ത് നിന്നതിന്റെ പേരിലാണ് എനിക്കെതിരെ നടപടി ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. CPM-ലെ വിഭാഗീയതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. CPM-ലെ വിഭാഗീയതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ആശയപരമല്ല, അധികാര തർക്കത്തിന്റെ പേരിലാണ് വിഭാഗീയത ഉണ്ടായെന്ന. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് CPM-നകത്ത് വിഭാഗീയത ഉണ്ടാക്കിയ ആളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയനാണ്. ആദ്യം VS-ന്റെ അടുത്ത് ചെവിയിൽ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഈ പിന്നെ VS-ന് അങ്ങനെ കാര്യമുണ്ട്. ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും. VS-ന് അങ്ങനെ പറഞ്ഞ് ഈ പിന്നെ പിണറായി വിജയൻ VS-ന്റെ പറ്റുമായിരുന്നു. VS ആണ് പിണറായി വിജയനെ വളർത്തിക്കൊണ്ടുവന്നത്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ട് 98-ൽ ചടയൻ ഗോവിന്ദൻ സഖാവ് മരിക്കുന്ന സമയത്ത് ആ മരിച്ചപ്പോഴുള്ള ഒഴിവിൽ പിണറായി വിജയനെ സംസ്ഥാന സെക്രട്ടറിയാക്കി കൊണ്ടുവരുന്നു VS ആണ്. പക്ഷെ ആ VS-നെ പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കടിച്ചു പിണറായി വിജയൻ. ഓരോരുത്തരെയും ചതിച്ചിട്ടുണ്ട് പിണറായി വിജയൻ. കൊല്ലം സമ്മേളനത്തിൽ EMS-നെ തോപ്പിക്കാൻ നോക്കിയത് പാലക്കാട് സമ്മേളനത്തിൽ EMS-ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്നതാ. തോപ്പിക്കാനുള്ള ലോബിംഗ് നടത്തിയ ആളാണ് പിണറായി വിജയൻ. ഇങ്ങനെയൊക്കെ ചെയ്തതാ. ആ പിണറായിക്കെതിരെയും വളരെ ശക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അധികാര തർക്കം നമുക്കറിയാം. 2006-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇദ്ദേഹത്തിന് പിന്നെ ഈ എന്താ പറയാ, ഇദ്ദേഹം ഒരു യാത്ര നടത്തി. അന്ന് ഈ നവകേരള യാത്ര നടത്തിയ പോലെ തന്നെ ഒരു യാത്ര, ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകണം ഭയങ്കര. എന്തിനാണെന്നറിയോ? ഭാവി പിന്നെ മുഖ്യമന്ത്രി ഞാനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള നടത്തിയ അന്നാണ് ഈ ഫ്ലെക്സ് സംസ്കാരം തുടങ്ങുന്നത്. ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്ലെക്സ് സംസ്കാരം CPM-നകത്ത് തുടങ്ങുന്നത്. തുടക്കം ഇട്ടത് പിണറായി വിജയനാണ്. ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട്, ബ്രാഞ്ച് സെക്രട്ടറിയും ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. ആ കൾച്ചർ ഉണ്ടാക്കിയെടുത്ത് പിണറായി വിജയന, വേറെ ആരുമല്ല. അങ്ങനെ കട്ടൗട്ടുകൾ ഒക്കെ ചെയ്ത് അങ്ങനെ ഇരുന്ന നിർദ്ദേശം അയാളുടെ ഫോട്ടോ എടുത്ത് വെക്കണമെന്നല്ലോ. മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. VS-നെ വെട്ടിയിട്ട്. VS എന്ന പ്രതിപക്ഷ നേതാവാ. അങ്ങനെ 2006-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ VS-ന് സീറ്റ് നിഷേധിക്കുന്നു, മലമ്പുഴ സീറ്റ്. പക്ഷെ ജനം തെരുവിലിറങ്ങി. ആദ്യമായി പാർട്ടിക്ക് തീരുമാനം തിരുത്തേണ്ടി വന്നു. വീണ്ടും പുനഃപരിശോധിച്ചു. VS-നെ വീണ്ടും മത്സരിപ്പിക്കുന്നു. അവിടെ പിന്നെ പ്രഖ്യാപിച്ച ഇപ്പോൾ അവിടുത്തെ MLA ആയിട്ടുള്ള പ്രഭാകരനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും പിൻവലിച്ച് VS-നെ തന്നെ മത്സരിപ്പിക്കുന്നു. VS റെക്കോർഡ് വിജയം നേടുന്നു. VS കേരളത്തിന് മുഖ്യമന്ത്രിയാവുന്നു. ഇയാൾ ശ്രമിച്ചതാ, കുപ്പായിട്ടതാ. പിന്നെ 2016-ൽ എന്താ സംഭവിച്ചത്? 2016-ൽ VS-നെ മുമ്പിൽ നിർത്തി കാണിച്ചു കൊടുത്തിട്ടല്ലേ, അനിയത്തെ കാണിച്ചിട്ട് ചേട്ടത്തെ കെട്ടിക്കാന്ന് പറഞ്ഞ മാതിരി. VS ആണെന്ന് ക്യാമ്പയിന്റെ ചുക്കാൻ പിടിച്ചത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും 93 വയസ്സുള്ള VS പോയി പ്രചാരണം നടത്തി. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഇയാളെ എടുക്കുകൊണ്ടാണ് മുഖ്യമന്ത്രിയായി എന്നുള്ളതാണ്. അതുകൊണ്ട് പഠിച്ചല്ലോ, പ്രകൃതി ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് CKP പത്മനാഭൻ പറഞ്ഞു. അത് കാണുമ്പോൾ സന്തോഷമുണ്ടെന്നും പറഞ്ഞു. പ്രകൃതി ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. കാരണം പിണറായി വിജയൻ ഇപ്പൊ അകപ്പെട്ടിരിക്കുന്ന നാട്ടുകാരാൽ വെറുക്കപ്പെട്ട, കേരളം കണ്ട ഏറ്റവും വെറുക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എതിർപ്പുള്ളപ്പോൾ, ഞാനൊക്കെ SFL പ്രവർത്തിക്കുമ്പോൾ എനിക്ക് കർണാടകയോടൊക്കെ എതിർപ്പുണ്ട്. നമുക്ക് പിന്നെ പല ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. EMS നമ്പൂതിരിപ്പാട് തൊട്ട് CH മേനോൻ, R ശങ്കർ, പിന്നെ CH മുഹമ്മദ് കോയ, AK ആന്റണി, പിന്നെ EK നായനാർ, K കരുണാകരൻ, ഉമ്മൻചാണ്ടി തുടങ്ങിയ എത്രയോ മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടു. ഇത്ര കണ്ട് ജനങ്ങൾക്ക് ഉറപ്പുള്ള ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടോ? ഇത്ര കണ്ട് ജനങ്ങൾക്കിടയിൽ കൂടെ സഞ്ചരിക്കാൻ പേടിയുള്ള ഒരു മുഖ്യമന്ത്രി വേറെ കണ്ടിട്ടുണ്ടോ? കയ്യിലിരിപ്പോണ്ട് ജനങ്ങൾ എന്തെങ്കിലും ചെയ്തു പോകുന്നുള്ള പേടിയാ. ഇത്രയധികം പോലീസുകാരുടെ അകമ്പടിയോടെ, ഇത്രയധികം വാഹനങ്ങളുടെ അകമ്പടിയോടെ, ഇത്രയധികം ശക്തമായ സുരക്ഷയോട് കൂടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് കൂടിയിട്ട് അങ്ങനെ അജാതി വരവാ. എന്താ കാരണം? ജനത്തിനിടയിൽ ഇറങ്ങി നടക്കാൻ പേടിയാ. എന്താ പേടി?
കാരണം ഞാൻ അവരെ നല്ലോണം ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ എന്നെ വെറുപ്പാണ്, അതറിയാം, കാര്യം അറിയാം, മലയാളം അറിയാം, സംഭവം തിരിഞ്ഞിട്ടുണ്ട്. അപ്പം പ്രകൃതി കൊടുക്കുന്ന ശിക്ഷ കാണുമ്പോൾ പിന്നെ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശശിക്കെതിരെയുള്ള കേസ്, പിന്നെ പരാതി അങ്ങനെ തള്ളിക്കളയേണ്ടത് ഒന്നായിരുന്നില്ല, അത് കുറച്ചുകൂടി ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതായിരുന്നു എന്ന് CKP പത്മനാഭൻ പറയുന്നു. ഇനി ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. അവരുടെ കിഡ്നി പേഷ്യന്റ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് ജനങ്ങളെ സത്യം അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ചാനലിനോട് അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആലോചിച്ച് നോക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാവുന്നുള്ള ഉള്ളില്. തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന്, പിന്നെ വെറും കോഴിത്തരം കാണിച്ചവനെതിരെ ഒരു പരാതി കൊടുത്തതിന്, അത് പോലീസ് സ്റ്റേഷനിലല്ല കൊടുത്തത്, പാർട്ടിക്കകത്താ കൊടുത്തേ. എന്നിട്ട് അതിന് ഇയാളെ ദ്രോഹിച്ചിരിക്കുക. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഈ ഒരു ബൂത്തിൽ 100ഉം 160ഉം വോട്ട് വരെയാണ് CPMന്റെ വോട്ട് മറഞ്ഞുപോയത്. എന്നിട്ട് ഇവർ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് പിന്നെ കാര്യമായിട്ട് ആലോചിക്കുന്നില്ലെങ്കിൽ, തിരുത്തുന്നില്ലെങ്കിൽ ഇനിയും പണി കിട്ടും എന്നുള്ളത് തന്നെ പറയുന്നത്. ഓരോ ബൂത്തിലും 100ഉം 160 വോട്ടാണ് കയ്യിലുള്ളത്, പോയിട്ടുള്ളത്, ഒലിച്ചു പോയിട്ടുള്ളത്. അതൊന്നും തിരിച്ചിട്ടാനും പോകുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതന്നെ ആവർത്തിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഇതുവരെയുള്ള കേരളത്തിന്റെ എല്ലാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാലും ഇന്ന് വരെ ഇടതുമുന്നണിക്കാണ് പിന്നെ ഭൂരിപക്ഷം ഉണ്ടാവാറുള്ളത്. ബാക്കിയുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കാണ് ഭൂരിപക്ഷം ഉണ്ടാവാറുള്ളത് ഏത് കാലത്തും. പക്ഷെ ഇത്തവണ അത് തിരിയും, യാതൊരു സംശയമില്ല. പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിന്നെ BJP പിടിക്കും. തൃശൂർ കോർപ്പറേഷനും കണ്ണൂർ കോർപ്പറേഷനും ഉറപ്പായിട്ടും UDF പിടിക്കും. കോഴിക്കോട് പിന്നെ എന്താവും എനിക്കറിയില്ല, കൊല്ലത്ത് എന്താവും എനിക്കറിയില്ല. ഇതാണ് സ്ഥിതി. എറണാകുളത്ത് പിന്നെ എറണാകുളവും ഇവർ പിടിക്കും, UDF പിടിക്കും, ഒരു സംശയമില്ല. എറണാകുളം തൃശ്ശൂരും ഒക്കെ ഇവർ തിരിച്ചു പിടിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇവരും പിടിക്കും, ഏത് BJP പിടിക്കും. പിന്നെ കൊല്ലവും കോഴിക്കോടാണ് എനിക്ക് അറിയാത്തത്, അതെന്താണെന്നുള്ളത് അറിയില്ല. ഓക്കെ, പിന്നെ ഈ ജനങ്ങൾ തിരുത്തി എന്നാ പറയുന്നത്. ജനങ്ങൾ തിരുത്തിയിരിക്കുകയാണ്, ഇവരുടെ കയ്യിലിരിപ്പുണ്ട്. മറ്റൊന്ന്, TP ചന്ദ്രശേഖരന്റെ പിന്നെ ഈ ഒരാശയത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയം പ്രസ്ഥാനമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ തെളിവാണ് RMP. TP ചന്ദ്രശേഖരനെ കൊന്നതിലൂടെ RMPയെ ഇല്ലാതാക്കാമെന്ന് കരുതിയെങ്കിൽ ശരിക്ക് RMP ഉണ്ടായത്, RMP ശക്തി പ്രാപിച്ചത് TP ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷമാണ്. അതൊരു മഹാപ്രസ്ഥാനമായി മാറിയത് എന്നും രമശക്തിയായി മാറിയതെന്നും CKP പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും CPMമാർക്ക് ഇനിയെങ്കിലും ഒരു പിന്നെ വിവരം വെച്ചാൽ നല്ല കാര്യം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവർക്ക് പിന്നെ ഇതൊന്നും പറഞ്ഞാൽ ഇവർക്ക് പിന്നെ അങ്ങനെ വിവരം വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ സഖാക്കളുടെ പേടിക്ക് പോയി കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളവൻ പാർട്ടിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാന്നേ. കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളവൻ പാർട്ടിക്കെതിരെ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. മനു തോമസ് പറഞ്ഞു, ജെയിംസ് മാത്യു കഴിഞ്ഞ വർഷം ചെറുതായിട്ടൊന്ന് പറഞ്ഞു. പാർട്ടിക്കകത്ത് എത്രത്തോളം പ്രശ്നങ്ങളുണ്ടെന്നറിയോ? കഴിഞ്ഞ ദിവസം എന്നോട് പിന്നെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറ, ഏത് ജില്ലയിലാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നോട് വിളിച്ച് വാട്സപ്പിലാണ് വിളിച്ചത്. കാരണം ഇവർക്ക് സത്യത്തിൽ ഇവർക്ക് പേടിയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുള്ള. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എന്നോട് പറയാറുള്ളതെന്ന് വെച്ചാൽ CPMന്റെ നേതാക്കന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. ബാക്കിയുള്ളവർക്ക് ഓപ്പണായിട്ട് ഫോണിൽ സംസാരിക്കാറുണ്ട്, അത്രയോ വലിയ നേതാക്കന്മാർ. അപ്പൊ ഇവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഇവരെ തന്നെ വിശ്വാസമില്ല. ഇവർ പറയുന്നത് എന്നോട് പറയാറുള്ളതെന്ന് അറിയോ, എന്റെ ഫോൺ ട്രേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അല്ലാതെ വേറെ ഒന്നും കരുതരുത്, എനിക്ക് രാജനെ വിശ്വാസമില്ലാണ്ടല്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞാൽ അറിയോ, അയാൾ തന്നെ പറയും, അയാൾക്ക് അയാളോട് മാത്രമേ സ്നേഹമുള്ളൂ, അയാൾക്ക് ലോകത്ത് ആരോടും പിന്നെ സ്നേഹമില്ല, ആത്മാർത്ഥതയില്ല, നന്ദിയില്ല. ആൾക്കാരെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് കഴിഞ്ഞാലും അയാൾക്ക് അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അയാളുടെ കാര്യം മാത്രം. ആലോചിച്ച് നോക്ക്. ഫയൽ നോക്കാൻ മടിയാണ്, ഫയൽ നോക്കാൻ അറിയില്ല, അതാ സംഭവം. ഫയൽ നോക്കാൻ അറിയില്ല. അതുകൊണ്ട് ഇവർ ആരെങ്കിലുമൊക്കെ നോക്കി സ്റ്റാഫിൽ ഒന്നിട്ട് വരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരൊന്ന് നോക്കിയിട്ട് പോയിട്ട് ഇയാളെ ഒപ്പിട്ട് കൊടുക്കും. ഫയൽ നോക്കുന്ന പരിപാടിയില്ല. ഉമ്മൻചാണ്ടിയൊക്കെ ഉമ്മൻചാണ്ടി VS ഒക്കെ എന്ന് പറഞ്ഞാൽ ഫയൽ മൊത്തം അവർ തന്നെ നോക്കും സ്വന്തം നിലയ്ക്ക്, എന്നിട്ടേ ഒപ്പിടുള്ളൂ. പിന്നെ VSIയിൽ വളരെ കണിശത ഉണ്ടായിരുന്ന ആളാ. ആര് നോക്കിയെന്നല്ല, ഇത് പ്രൈവറ്റ് സെക്രട്ടറി നോക്കി പറഞ്ഞാലും പുള്ളി ഒന്നും കൂടി നോക്കും ഫയൽ, എത്ര തിരക്കുണ്ടെങ്കിലും, എന്നിട്ടേ പിന്നെ ഇത് ഒപ്പിടുള്ളൂ. ഇയാൾക്ക് ഫയൽ നോക്കാൻ അറിയില്ലാന്നേ. ഫയൽ നോക്കാൻ ഈ കുത്തിത്തിരിപ്പും കുതന്ത്രവും പിന്നെ ഗൂഢാലോചനകളും മാത്രമേ അല്ലേ അറിയുള്ളൂ. പിന്നെ ഇതുണ്ടാക്കലും പിന്നെ മാസപ്പടിയൊക്കെ അറിയാലോ നമുക്ക്, അത് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഫയൽ നോക്കാൻ അറിയില്ല. അറിയാത്തതിന്റെ അവസ്ഥ. അതുകൊണ്ടല്ലേ ശിവശങ്കരൻ പറഞ്ഞത്, ഏത് നമ്മളെ സ്വപ്ന സുരേഷിന്റെ ശിവശങ്കരൻ പിന്നെ എന്തായിരുന്നു അതിന്റെ പേര്, എന്തോ ഒരു ആനാന്ന് പറഞ്ഞിരുന്നല്ലോ, എന്താ ആനയായാലും ചേനയായാലും അയാളുടെ പുസ്തകത്തിന്റെ പേര് മറന്നുപോയി. പിന്നെ ഈ ഇദ്ദേഹം പിന്നെ ഈ ശിവശങ്കരൻ പറഞ്ഞത് എന്താ, വെള്ളമടിച്ചിരുന്നപ്പോ കൂടെ ഉള്ളവരോട് പറഞ്ഞതാ, ആ ഊള എന്നാ പറഞ്ഞത്, ആ ഊളക്ക് ഒരു ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പർ കൊണ്ടേ കൊടുത്താൽ അതിൽ ഒപ്പിടാൻ പറഞ്ഞ ഒപ്പിടും, അത്രയേ ഉള്ളൂ എന്ന് അയാള് വെള്ളമടിച്ചിരുന്നപ്പോ പറഞ്ഞതാ.
അതുകൊണ്ടാണ് ഇയാളെ ഓരോരുത്തർക്കും ഇങ്ങനെ ഉപയോഗിച്ചത്. എന്തായിരുന്നാലും എനിക്ക് CKP പത്മനാഭനെ പോലെയുള്ള ആൾക്കാരോട് ചെയ്ത ചെയ്ത്തിന്റെ ഫലം കൂടിയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഈ പാർട്ടി ഇല്ലാണ്ടാവും, ഒരു സംശയവും വേണ്ട. ഇപ്പൊ നടക്കുന്ന ഈ അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറും. ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ അതൊക്കെ മാറും. ഇപ്പം എന്താ പറയാ, ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ ബാർബർ ഷോപ്പ് കാണാത്ത മുഖവും കുറച്ച് പേർ എന്നെ പോലെ താടി വെച്ചിട്ട്, അതും ഇപ്പൊ ഈ ഡിവൈഎഫ്ഐക്കാരൊക്കെ ഒരു വിചാരം എങ്ങനെയാ, ബാർബർ ഷോപ്പ് കാണാത്ത മുഖവും മടക്കി കുത്താത്ത മുണ്ടും ഇങ്ങനെ അടിച്ചിട്ടിട്ട് പിന്നെ മസിലും പിടിച്ച് നടന്നു കഴിഞ്ഞാൽ നേതാവായി, ഞങ്ങൾ വലിയ സംഭവമായി എന്നുള്ളതാണ്. ഒന്നുമില്ലാന്നേ, കഴിയാനായി കഥ. അണയുന്നതിന് മുമ്പുള്ള ആളിക്കത്തലാണ് നിങ്ങളിപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങളും നിങ്ങളുടെ രക്ഷാപ്രവർത്തനങ്ങളും നിങ്ങളുടെ അക്രമങ്ങളും ഒക്കെ അതിന്റെ ഭാഗമാണ്. നമ്മൾ പറയാറുണ്ട്, അണയുന്നതിന് മുമ്പ് ആളിക്കത്തുന്നു. അണയാൻ പോവുകയാണിത്. അണയാൻ ഇനി അധികം താമസമില്ല, 2 വർഷമേ ഉള്ളൂ. ഓക്കെ.